ഹായ്. എൻ്റെ ഇൻസ്റ്റ പേജ് 4K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അതത്ര വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയൊരു സംഭവമാണ്. വീഡിയോ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അതിൻ്റേതായ എല്ലാ ന്യൂനതകളും ഉണ്ടാവും. സൗണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആണ് ഇതൊന്നും അറിയില്ല. നോ മൈക്ക്, നോ വീഡിയോ സ്റ്റാർട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ട്, എത്രത്തോളം ക്ലാരിറ്റിയിലാണ് ഈ വീഡിയോ വരിക എന്നൊന്നും എനിക്കറിയില്ല. നന്നായി സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സാധനം ചെയ്യുന്നത്. 4K 1K ഫോളോവേഴ്സ് ആയപ്പോൾ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ അറിയാലോ, ആസ് എ മലയാളി, ഞാനും ഒരു മലയാളി, അപ്പോൾ നമുക്ക് ഈ ഓൺ വോയിസ് ഒക്കെ ചെയ്യാനുള്ളൊരു ചെറിയ ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെനിക്കും ഉണ്ട് നന്നായിട്ട്. പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുമെങ്കിലും ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഒരു വീഡിയോ ചെയ്യാം. കാരണം ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 4K ഫോളോവേഴ്സായി എന്നുള്ളത് മാത്രമല്ല, അതിലുപരി എൻ്റെ സിസ്റ്ററുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അവളെൻ്റെ സിസ്റ്ററാണോ എൻ്റെ ഫ്രണ്ടാണോ, അവളങ്ങനെ സിസ്റ്റർ ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ തൊട്ടിട്ട് എൻ്റെ കൂടെയുള്ള ആളാണ്. ഓക്കെ, എനിക്കൊരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു മിസ്റ്റേക്ക് പറ്റിയ അത് ഏറ്റവും കൂടുതൽ വിഷമാവുക അവൾക്കാണ്. ഓക്കെ, എനിക്കെന്ത് പറ്റിയാലും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരാളവളാണ്. എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ള അവളാണ്. അവളെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടിരിക്കും. ഓക്കെ, റിയാക്ട് ചെയ്യില്ല. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ അങ്ങനെ ആരെന്ത് പറഞ്ഞാലും കേട്ടുപോരുന്ന ഒരാളല്ല. ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ അവളെന്ത് പറഞ്ഞാലും ഞാനൊന്നും പറയാറില്ല, ഞാൻ കേട്ടിരിക്കാറാണ്. അവളാണ് ഇന്നെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ ചീത്ത പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് അവരെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ എന്ന് പറയും. പക്ഷെ ഞാൻ പറയുന്നത് റോങ് ആണെന്നുണ്ടെങ്കിൽ അതങ്ങനൊന്നല്ല എന്ന് എൻ്റെ അടുത്ത് പറയുന്ന ഒരേ ഒരാൾ എൻ്റെ താത്തയും. എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് അവളുടെ അടുത്താണ്. പ്രശ്നം പറഞ്ഞില്ലെങ്കിൽ പോലും വെറുതെ കുറച്ചു നേരം സംസാരിക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞങ്ങൾ ഭയങ്കര സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സ്നേഹം, എപ്പോഴും ഭയങ്കര സ്നേഹത്തിലാണെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഭയങ്കരമായിട്ട് ചൊറിയും. ഞാൻ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും അവളെ. അപ്പോൾ എൻ്റെന്ന് എനിക്ക് ഒരു അധികം പഴയ കാര്യങ്ങളൊക്കെ അല്ലാതെ ഒരൊറ്റ ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു +1 പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളും ഒരേ സ്കൂൾ ബസ്സിലാണ് പോയിരുന്നത്. അപ്പോൾ ഞാൻ വണ്ടിയിൽ പാട്ട് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ്. ട്രാവലറാണ് ട്രൈ ചെയ്ത്, നമുക്ക് വണ്ടീനെ പറ്റി ABCD അറിയാത്തത് കൊണ്ട് തന്നെ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റാർട്ടായി. വണ്ടി റിവേഴ്സ് ഗിയർ വണ്ടി ഇറങ്ങിപ്പോയി. അത് റിവേഴ്സിലാണ് കിടന്നിരുന്നത്. സോ വണ്ടി ഇറങ്ങിപ്പോയി. ബാക്കിലുള്ളൊരു മരത്തിലേക്ക്, ഇപ്പോൾ വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും, മറ്റുള്ള താത്താമാരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇവള് മാത്രം ആ സ്റ്റെപ്പുമ്പോൾ നിൽക്കുക. വാടി, ഇറങ്ങി വായോ, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം. ഞാൻ ഇറങ്ങിയല്ലാതെ ആ മൂവ് ചെയ്യുന്ന വണ്ടിയിൽ നിന്ന് അവൾ ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, അവള് ത്രൂ ഔട്ട് അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ചെല്ലുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വണ്ടി തട്ടിച്ച് എന്നെക്കാട്ടിയും ഭയങ്കരമായിട്ട് ടെൻഷനിൽ അവളായിരുന്നു. അവൾ എന്തൊക്കെയോ ചെല്ലുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഓഫീസ് റൂമിൽ പോയി, എന്നെ അവരൊന്നും പറഞ്ഞില്ല. അത് എൻ്റെ മഹത്വം കൊണ്ടോ എൻ്റെ ഇതുകൊണ്ടൊന്നല്ല, ബോൾഡ്നെസ് കൊണ്ടൊന്നല്ല. അവിടെ ഒരാളെ എനിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരൊറ്റ കാര്യമാണ്, ഇതല്ല 100,000 കാര്യങ്ങളുണ്ട്. ഉമ്മയുടെ നിന്ന് കോയിൻസ് അല്ല, നോട്ട് എടുത്ത് ഞാൻ, അതായത് 10-ൻ്റെ 20-ൻ്റെ നോട്ട് അടിച്ചു മാറ്റിയപ്പോൾ ഉമ്മ കണ്ടു. ഉമ്മ ഏതെടുത്ത് എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ വന്നു. നേരെ ഇവള് വന്ന ഇടയിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ
ചെക്ക് ചെയ്തപ്പോൾ അവള് കണ്ടിൻ്റെ കയ്യിൽ നോട്ട് കണ്ടു. ഞാൻ കാണിക്കണില്ല. ഞാൻ പറഞ്ഞു കോയിനാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ നോക്കിയിട്ട് പറഞ്ഞു അത് ആകെ 2 രൂപ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നെ എസ്കേപ്പ് ചെയ്യിപ്പിക്കാൻ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ ഞാൻ പോയി ചാടിയാൽ അവളെ കൊണ്ട് വായ കൊണ്ട് എന്നെ രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അവൾ വായ കൊണ്ട് രക്ഷിക്കും. അതല്ല അവൾക്ക് പ്രാർത്ഥിച്ച് രക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൾ എന്നെ പ്രാർത്ഥിച്ച് രക്ഷിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓൺ വോയിസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അവളുടെ ഒരു സ്പെഷ്യൽ ഡേയിലല്ലാതെ വേറെ ഏത് ഡേ ഞാൻ അത് തുടങ്ങും. അതുകൊണ്ട് തുടങ്ങിയതാണ്. അപ്പം എൻ്റെ പൊന്നുംകട്ട 100,000 വർഷം സമാധാനമായി ജീവിക്കട്ടെ. അതൊന്നും വേണ്ട. ഞാൻ മരിക്കുന്നവരെ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതാവുന്നവരെ നീ അവിടെ ഉണ്ടാവണം. എനിക്ക് സിസി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ റെഡി എന്ന് പറയാൻ അവിടെ ഉണ്ടാവണം. അത്രേ ഉള്ളൂ. ഞാൻ പോകുന്നവരെ മുത്തുമണി അവിടെ ഉണ്ടായാൽ മതി. ഓക്കെ, ലവ് യു മുത്ത്.